നമസ്കാരം. സാധാരണ വീഡിയോകൾ ചെയ്യാറില്ല. ഇന്ന് ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇതൊരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യലാണ്, ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യലാണ്. ഇതൊരു പുതിയ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നതല്ല, ഒരു ഫ്രെയിം വർക്കിനെ കാണിച്ചു തരുന്നത് മാത്രം. അതവിടെ തന്നെ ഉണ്ടായിരുന്നു, എക്കാലത്തും ഉണ്ടായിരുന്നു. ആ ഫ്രെയിം വർക്കിലേക്ക് ഒന്ന് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒന്ന് ദേവി മഹാത്മ്യത്തെക്കുറിച്ചും രണ്ട് ഭഗവത്ഗീതയെക്കുറിച്ചുമാണ്. അതിനെ വിശദീകരിക്കാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ല, അതിനെക്കുറിച്ചൊരു കോണ്ടെക്സ്റ്റ് മാത്രം. ദേവി മഹാത്മ്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ദേവി മഹാത്മ്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന കഥയിൽ രണ്ട് കഥാപാത്രങ്ങളാണുള്ളത്. ഒരാൾ സുരതനും അടുത്ത ആൾ സമാധി. അവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് സുമേധസ് എന്ന് പറയുന്ന ഋഷിയുടെ ആശ്രമത്തിലേക്ക് അവരെത്തുന്നത്. ഇവിടെ ഈ രണ്ട് പേരുടെയും അല്ലെങ്കിൽ ഈ മൂന്ന് പേരുടെയും പേരിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തത്. സുരതൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് രഥം ഓടിക്കാൻ അറിയാവുന്ന ആൾ, അല്ലെങ്കിൽ രഥത്തെ സ്വന്തം നിയന്ത്രണത്തിലാക്കിയ ഒരാൾ. രഥത്തെ മനസ്സായിട്ട് കണക്കാക്കിയാൽ തൻ്റെ മനസ്സിനെ ഒന്നിലും കുരുക്കപ്പെടാതെ അതിനെ ഭംഗിയായിട്ട് നിയന്ത്രിച്ച് എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിപ്പിക്കാവുന്ന ഒരാൾ, അതാണ് സുരതൻ. അത്ര നല്ല മനോനിയന്ത്രണം ഉള്ള ഒരാളാണ് സുരതൻ എന്ന് പദം കൊണ്ട് വീക്ഷിക്കുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ സമ്യക്കായ ധീയുള്ള ആൾ എന്ന് വെച്ചാൽ യോഗാവസ്ഥയിൽ ഉള്ള ഒരാൾ എന്ന് വെച്ചാൽ വിശേഷണ ശ്വസിക്കുന്ന ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശ്വാസി എന്ന് വെച്ചാൽ വികാരങ്ങളെല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ. മീൻസ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദേഷ്യവും പല വികാരങ്ങളും വരുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം അതിൻ്റെ താളം തെറ്റുന്നത് ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം പൂർണ്ണമായ നിയന്ത്രണത്തിനുള്ള ആൾ, ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലുള്ള ഒരാളാണ് സമാധി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധനയുടെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ ഈ സുരതനും സമാധി എന്നുള്ള തലത്തിലേക്കൊക്കെ പലപ്പോഴും അതിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവേണ്ട ഒരു കാര്യം, അവരാണ് ദേവിയോട് പോയിട്ട് സംശയം ചോദിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയ്ക്കും അപ്പുറം കടന്നു പോകാനുള്ള ഒന്നാണ് ദേവി മഹാത്മ്യം. അതാണ് ദേവി മഹാത്മ്യത്തെക്കുറിച്ചുള്ള ഒരു കോണ്ടെക്സ്റ്റുവൽ ഫ്രെയിം വർക്ക്. അപ്പോൾ അത് ചോദിക്കുന്ന സുമേധസ് എന്ന് പറഞ്ഞ മഹർഷിയോടാണ്. ഈ സുമേധസ് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വളരെ രസകരമായിട്ടുള്ളൊരു സാധനം കിടപ്പുള്ളത്, നല്ല ശരീരം, നല്ല വൈറ്റാലിറ്റി ഉള്ള ഒരു ശരീരം എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ സുമേധസിന് അർത്ഥം കൽപ്പിക്കാം. അപ്പോൾ ഇതിനെ ഈ ഒരു ആധ്യാത്മിക ഗ്രന്ഥം ഫിസിയോളജിയും കൂടി ടച്ച് ചെയ്യുന്നുണ്ട്, പ്രാണനുകളെ എല്ലാം ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് രണ്ട് ഇതേപോലെ തന്നെയാണ് ഭഗവത്ഗീതയിൽ. അർജുനനാണ് കൃഷ്ണനോട് തളർന്നിരിക്കുന്ന അർജുനനോട് കൃഷ്ണൻ ഭഗവത്ഗീത ഉപയോഗിക്കുന്ന അർജുനൻ ആരാണെന്ന് കൂടി നമ്മൾ നോക്കണം. മഹാരഥിയാണ് അർജുനൻ എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തുള്ളവരെല്ലാവരും ബഹുമാനിക്കുന്ന മഹാരഥിയാണ് അർജുനൻ. ദുര്യോധനൻ്റെ ഉറക്കം കെടുത്തുന്നതും ദുര്യോധനൻ അർജുനന് പ്രതിവിധിയായിട്ട് കാണുന്നതും കർണനെയാണ്. അല്ലെങ്കിൽ ഭീഷ്മർ, ദ്രോണർ, കൃപർ എല്ലാവരും ആദരിക്കുന്ന മഹാരഥിയാണ് അർജുനൻ. അർജുനനാണ് അവിടെ സംശയാലയം നിന്നത്.
അപ്പോഴാണ് കൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. അവിടെയും കൃഷ്ണൻ ക്ഷേത്രജ്ഞനെ കുറിച്ചാണ് പറയുന്നത്. യുദ്ധം ശരീരം കൗന്തയ ക്ഷേത്രം അഭിധീയത. ക്ഷേത്രം തന്നെയാണ്, ക്ഷേത്രജ്ഞനാണ് ഈശ്വരൻ എന്നുള്ള സാധനം പറയുന്നത്. ഈ രണ്ട് കോണ്ടെക്സ്റ്റുവൽ ഫ്രെയിം വർക്കും ഒന്നും മനസ്സിലാക്കിയിട്ട് വേണം ദേവി മഹാത്മ്യത്തെയും ഭഗവത്ഗീതയും സമീപിക്കേണ്ടത് എന്നൊരു തോന്നലിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. നന്ദി, നമസ്കാരം.